ഹായ്, ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേൾക്കാം. വളവട്ടൂരാൻ കഥകളിലെ ഒരു കഥ. ഒഴിവുകാലം. രാവിലെ തന്നെ ആരോ കോളിംഗ് സ്വിച്ചിൽ വിരൽ വച്ചിരിക്കുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ടൈയും കോട്ടും ധരിച്ച ഒരാൾ മുൻപരിചയമില്ലെങ്കിലും ഒരു ചെറു പുഞ്ചിരി മുന്നിൽ വരുത്തി പറഞ്ഞു, പ്രവാസിയായ താങ്കൾ 2 മാസത്തിലധികം ഇവിടെ തങ്ങി ശ്വസിച്ചതിൻ്റെ ബില്ലാണിത്. എനിക്ക് മാത്രം എന്താണിത്ര? താങ്കളുടെ ചോദ്യം ന്യായം. പക്ഷേ താങ്കൾക്ക് ആധാറില്ല, തിരിച്ചറിയാനൊരു തിരിച്ചറിയൽ കാർഡില്ല. കൂക്കും വിളിയും തെറിയും പരിഹാസവും നടത്തി ജനാധിപത്യ രീതിയിലൊന്ന് ജനാധിപത്യം വിനിയോഗിക്കാൻ കേവലം ഒരു വോട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ താങ്കൾക്ക് സബ്സിഡി കിട്ടും? നീണ്ടകാലം പ്രവാസിയായ താങ്കൾ ഷുഗറും പ്രഷറും വലിവുമുള്ളത് കൊണ്ട് കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കുന്നുണ്ട് ഇല്ലേ? അതിനെന്താ, തെരഞ്ഞെടുപ്പ് ഫണ്ടിന് കൂടുതൽ കാശും ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നും വലിച്ചെടുക്കുന്നില്ലേ? അയാൾ തിരിച്ചു ചോദിച്ചു. ഭാഗ്യവാൻ. അതിന് പകരമായി പ്രവാസിയുടെ പ്രയാസങ്ങൾ പറയാൻ നിങ്ങൾക്കായി മന്ത്രിയെയും ഞങ്ങൾ തന്നിട്ടില്ലേ? അപരിചിതനും തിരിച്ചു ചോദിച്ചു. പരാതിയുണ്ടെങ്കിൽ അവിടെ ക്യൂ പാലിച്ച് പരാതി കൊടുക്കുക. അയാൾ പരാതിക്കെട്ടുമായി കാത്തു നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അമിത ശ്വാസമെടുത്തതിൻ്റെ ബില്ലെടുത്ത് മേശപ്പുറത്തേക്കിട്ട് തിരിഞ്ഞു നടന്നു. കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വളവട്ടൂരാൻ കഥകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ മാക്ബത്ത് പബ്ലിക്കേഷൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, ഗുഡ് ബൈ.